പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് പുതിയൊരു മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ് പരീക്ഷിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കറണ്ട് അഫെയറിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 25 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാൻ പോകുന്ന 10th മെയിൻസ് അല്ലെങ്കിൽ 10th പ്രിലിമിനറി എക്സാംസിനും 12th മെയിൻ എക്സാംസിനും സഹായകരമാകുന്ന ഒരു ക്ലാസ് തന്നെ ആയിരിക്കും ഇത്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ മൊത്തമായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് എഴുതുന്ന സീരിയസ്നെസ്സോടുകൂടി തന്നെ ഈ ക്ലാസ് അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, സ്ത്രീകൾക്ക് സുരക്ഷിത താമസത്തിന് നഗരസഭ കുടുംബശ്രീ ലോഡ്ജ് കം ലേഡീസ് ഹോസ്റ്റൽ ആരംഭിക്കുന്നത് എവിടെയാണ്? എന്താണ് ചോദ്യം? സ്ത്രീകൾക്ക് സുരക്ഷിത താമസത്തിന് നഗരസഭ കുടുംബശ്രീ ലോഡ്ജ് കം ലേഡീസ് ഹോസ്റ്റൽ ആരംഭിക്കുന്നത് എവിടെയെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. അപ്പൊ ഇതിനകത്ത് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടല്ലേ. ഈ 4 ഓപ്ഷൻസിനകത്ത് നിന്ന് ശരി ഉത്തരം ഏതാണെന്ന് ഒന്ന് കണ്ടെത്താനായിട്ട് ശ്രമിച്ചു നോക്കിയേ. ഓക്കെ, ഇതിനകത്ത് നിന്ന് ശരി ഉത്തരം കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാൻ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ്. ഓപ്ഷൻ സി ആണ് ഇതിനകത്ത് ശരി ഉത്തരം വരുന്നത്. ചെങ്ങന്നൂരാണ്. അപ്പൊ നമ്മുടെ ചെങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് ചെയ്യുന്നത്, സ്ത്രീകൾക്ക് സുരക്ഷിത താമസത്തിനും നഗരസഭ കുടുംബശ്രീ ലോഡ്ജ് കം ലേഡീസ് ഹോസ്റ്റൽ, എന്താണ് നഗരസഭ കുടുംബശ്രീ ലോഡ്ജ് കം ലേഡീസ് ഹോസ്റ്റൽ ആരംഭിക്കുന്നത് എവിടെയാണ്? നമ്മുടെ ചെങ്ങന്നൂരാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ആ ചോദ്യത്തിൽ വേറെ സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, കേരളത്തിലെ ആദ്യത്തെ എക്കോ സെൻസിറ്റീവ് ആസ്ട്രോ ടൂറിസം പ്രോജക്റ്റ് വരുന്നത് എവിടെയാണ്? എന്താണ് ചോദ്യം? കേരളത്തിലെ ആദ്യത്തെ എക്കോ സെൻസിറ്റീവ് ആസ്ട്രോ ടൂറിസം പ്രോജക്റ്റ് വരുന്നത് എവിടെയെന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ എക്കോ സെൻസിറ്റീവ് ആസ്ട്രോ ടൂറിസം പ്രോജക്റ്റ് വരുന്നത് എവിടെയാണ്? ഓപ്ഷൻസിൽ നിന്ന് ശരി ഉത്തരം കണ്ടെത്താനായിട്ട് നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. എന്താണ്? മഞ്ഞം പൊതിക്കുന്ന്. എന്താണ്? മഞ്ഞം പൊതിക്കുന്ന് എന്ന് പറയുന്ന ഈ സ്ഥലത്താണ് എന്ത് ചെയ്യുന്നത്, കേരളത്തിലെ ആദ്യത്തെ എക്കോ സെൻസിറ്റീവ് ആസ്ട്രോ ടൂറിസം പ്രോജക്റ്റ് വരുന്നത് എവിടെയാണ്? മഞ്ഞം പൊതിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ അല്ലേ? അപ്പോ കേരളത്തിലെ ആദ്യത്തെ എക്കോ സെൻസിറ്റീവ് ആസ്ട്രോ ടൂറിസം പ്രോജക്റ്റ് വരുന്നത് എവിടെയാണ്? മഞ്ഞം പൊതിക്കുന്ന് എന്ന് പറയുന്ന ഈ സ്ഥലത്താണെന്ന് അറിഞ്ഞിരിക്കുക. വേറെ സംശയമില്ലല്ലോ. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കടക്കാം. കേരളത്തിലെ ആദ്യത്തെ റബ്ബർ ചെക്ക് ഡാം വരുന്നത് എവിടെയാണ്? എന്താണ് ചോദ്യം? കേരളത്തിലെ ആദ്യത്തെ റബ്ബർ ചെക്ക് ഡാം വരുന്നത് എവിടെയെന്നാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. ഇതാണ് കേരളത്തിലെ ആദ്യത്തെ റബ്ബർ ചെക്ക് ഡാം എവിടെയാണ്? ഒന്ന് കണ്ടെത്താനായിട്ട് നോക്കിയേ. കേരളത്തിലെ ആദ്യത്തെ റബ്ബർ ചെക്ക് ഡാം എവിടെയാണെന്ന് ഒന്ന് കണ്ടെത്താനായിട്ട് ശ്രമിച്ചു നോക്കിയേ. ഓക്കെ, ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് എഴുതാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാൻ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ്. കേരളത്തിലെ ആദ്യത്തെ റബ്ബർ ചെക്ക് ഡാം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. കാസർഗോഡിലാണ് കേട്ടോ. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ റബ്ബർ ചെക്ക് ഡാം, കേരളത്തിലെ ആദ്യത്തെ റബ്ബർ ചെക്ക് ഡാം എവിടെയാണ്? കാസർഗോഡിലാണ് കേരളത്തിലെ ആദ്യത്തെ റബ്ബർ ചെക്ക് ഡാം. അതിൽ വേറെ സംശയമൊന്നുമില്ലല്ലോ. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്കടുത്ത് നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നാനാ ശങ്കർ ക്ഷേത്ര റെയിൽവേ സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്ത സ്റ്റേഷൻ ഏതാണ്? എന്താണ് ചോദ്യം? എന്താണ് ആ സ്റ്റേഷന്റെ പേര്? ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. എന്താണ്? നാനാ ശങ്കർ ക്ഷേത്ര റെയിൽവേ സ്റ്റേഷൻ. നാനാ ശങ്കർ ക്ഷേത്ര റെയിൽവേ സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്ത റെയിൽവേ സ്റ്റേഷൻ ഏതാണെന്നാണ് നമ്മുടെ നാലാമത്തെ ചോദ്യം. അപ്പൊ ഏത് റെയിൽവേ സ്റ്റേഷനെയാണ് നമ്മൾ നാനാ ശങ്കർ ക്ഷേത്ര റെയിൽവേ സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്തത്? ശരി ഉത്തരം കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നോ? അപ്പൊ ഞാൻ ഉത്തരത്തിലേക്ക് കടക്കുന്നു. ഓപ്ഷൻ സി ആണ് ഇതിനകത്ത് ശരി ഉത്തരമായിട്ട് വരുന്നത്. നമ്മുടെ മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ആണ് കേട്ടോ. അതാണ് നമ്മുടെ മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനെയാണ് നാനാ ക്ഷേത്ര അല്ലെങ്കിൽ നാനാ ശങ്കർ ക്ഷേത്ര റെയിൽവേ സ്റ്റേഷൻ, നാനാ ശങ്കർ ക്ഷേത്ര റെയിൽവേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് നമ്മുടെ മുംബൈയിലെ മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ് നാനാ ശങ്കർ ക്ഷേത്ര റെയിൽവേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ അതിലും വേറെ സംശയമൊന്നുമില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോയിലേക്ക് കടക്കുന്നതിനും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കുക. അപ്പോൾ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് എന്ത് ചെയ്യുക, പുതിയ വീഡിയോസിനേക്കുള്ള നോട്ടിഫിക്കേഷൻസ് വരുന്നു എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത 5ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. MSME അല്ലെങ്കിൽ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് മേഖലയിലേക്കുള്ളവർക്കായിട്ടുള്ള കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ രജിസ്ട്രേഷൻ പോർട്ടലിന്റെ പേരെന്താണ്? എന്താണ് ചോദ്യം? MSME അല്ലെങ്കിൽ മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് മേഖലയിലേക്കുള്ളവർക്കായിട്ടുള്ള കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ രജിസ്ട്രേഷൻ പോർട്ടലിന്റെ പേരെന്താണ് നമ്മുടെ 5ാമത്തെ ചോദ്യം. അപ്പൊ ഇതിനകത്ത് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓപ്ഷൻസ് വായിക്കുന്നില്ല. കാര്യം ഓപ്ഷൻസ് വായിച്ചാൽ തെറ്റായിട്ടുള്ള ഒരു ഉത്തരം നിങ്ങളുടെ മനസ്സിലേക്ക് പതിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഏതാണ് നമ്മുടെ MSME മേഖലയിലേക്കുള്ളവർക്കായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ രജിസ്ട്രേഷൻ പ്രോഗ്രാമിന്റെ പേരെന്താണെന്ന് ഒന്ന് കണ്ടെത്താനായിട്ട് ശ്രമിച്ചു നോക്കിയേ. ഓക്കെ, ഞാൻ ഉത്തരത്തിലേക്ക് കടക്കുകയാണ്.
എന്താണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഉദ്യം രജിസ്ട്രേഷൻ എന്നാണ് കേട്ടോ. അപ്പോൾ ഉദ്യം രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ പ്രോഗ്രാം വഴിയാണ് എന്ത് ചെയ്യുന്നത്? MSME അല്ലെങ്കിൽ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് മേഖലയിലേക്കുള്ളവർക്കായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ രജിസ്ട്രേഷൻ പോർട്ടലിന്റെ പേരെന്താണെന്ന് അറിഞ്ഞിരിക്കുക? ഉദ്യം രജിസ്ട്രേഷൻ ആണ്. ഓക്കെ, ഉദ്യം രജിസ്ട്രേഷൻ ആണെന്ന് അറിഞ്ഞിരിക്കുക. വേറെ സംശയമൊന്നുമില്ലല്ലോ, ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത 6ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. സഹകരണ സംഘങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഏത് ബ്രാൻഡിലാണ് വിപണിയിൽ ഇറങ്ങുന്നത് എന്നാണ് ചോദ്യം. ഒന്ന് ശ്രദ്ധിക്കുക. സഹകരണ സംഘങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഏത് ബ്രാൻഡിലാണ് വിപണിയിൽ ഇറങ്ങുന്നതാണ് നമ്മുടെ 6ാമത്തെ ചോദ്യം. അപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് സഹകരണ സംഘങ്ങളുണ്ട്. ഈ സഹകരണ സംഘങ്ങളുടെ എല്ലാം പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളൊക്കെ ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് നെയിമിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ മാർക്കറ്റിലേക്ക് എത്തുന്നത്. അപ്പൊ ഏതാണ് ആ ബ്രാൻഡ് നെയിം എന്നാണ് നമ്മുടെ 6ാമത്തെ ചോദ്യം. അപ്പോൾ ശരി ഉത്തരം കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ്. കോ ഓപ്പ് മാർട്ട് എന്നാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. എന്ത്? കോ ഓപ്പ് മാർട്ട് എന്നാണ്. സഹകരണ സംഘങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കോ ഓപ്പ് മാർട്ട് എന്ന് പറയുന്ന പേരിലാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? വിപണിയിൽ ഇറങ്ങാൻ പോകുന്നത്. സഹകരണ സംഘങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കോ ഓപ്പ് മാർട്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് നെയിമിലാണ് എന്ത് ചെയ്യുന്നത്? വിപണിയിലേക്ക് ഇറങ്ങാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? നമുക്കടുത്ത 7ാമത്തെ ചോദ്യത്തിലേക്കാണ് കിടക്കാം. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ക്ഷേത്ര മ്യൂസിയം വരുന്നത് എവിടെയാണ്? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ക്ഷേത്ര മ്യൂസിയം വരുന്നത് എവിടെയെന്നാണ് നമ്മുടെ 8ാമത്തെ ചോദ്യം. എവിടെയാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ക്ഷേത്ര മ്യൂസിയം എവിടെയാണ് വരുന്നത്? ശരി ഉത്തരം കണ്ടെത്താനായിട്ട് കഴിഞ്ഞു. അപ്പൊ ഞാൻ ഉത്തരം കണ്ടെത്തിയെന്ന് വിശ്വസിക്കുന്നു. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ക്ഷേത്ര മ്യൂസിയം വരുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. കൊടുങ്ങല്ലൂരിലാണ് കേട്ടോ. അപ്പൊ കൊടുങ്ങല്ലൂരിലാണ് എന്ത് ചെയ്യുന്നത്? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ക്ഷേത്ര മ്യൂസിയം വരുന്നത് എവിടെയാണ്? കൊടുങ്ങല്ലൂരാണെന്ന് അറിഞ്ഞിരിക്കുക. 8ാമത്തെ ചോദ്യം. ലോകത്തെ ആദ്യത്തെ ഒഴുകുന്ന കാറ്റാടിപ്പാടം സ്ഥാപിച്ച രാജ്യം ഏതാണ്? ലോകത്തിലെ ആദ്യത്തെ ഒഴുകുന്ന കാറ്റാടിപ്പാടം സ്ഥാപിച്ച രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് ആ രാജ്യം? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. സ്കോട്ട്ലൻഡ് ആണ് കേട്ടോ. അപ്പൊ സ്കോട്ട്ലൻഡ് എന്ന് പറയുന്ന രാജ്യത്തിലാണ് ലോകത്തിലെ ആദ്യത്തെ ഒഴുകുന്ന കാറ്റാടിപ്പാടം എവിടെയാണ്? സ്കോട്ട്ലൻഡിലാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കടുത്ത് 9ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. റെയിൽവേയുടെ എല്ലാ സേവനങ്ങളും ലഭ്യമാക്കി നിലവിൽ വന്ന ഏകീകൃത ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? അപ്പൊ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ നിലവില് ഫയർഫോഴ്സും ആംബുലൻസും എല്ലാം കൂടി അല്ലെങ്കിൽ പോലീസ് എല്ലാം കൂടി വരുന്ന ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 112 ആണെന്ന് നമുക്കറിയാം അല്ലേ? അതുപോലെ തന്നെയാണ് റെയിൽവേയിലെ എല്ലാ സേവനങ്ങളും ലഭ്യമാക്കി നിലവിൽ വന്ന ഏകീകൃത ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയെന്നാണ് നമ്മുടെ 9ാമത്തെ ചോദ്യം. അപ്പൊ ഏതാണ് ഹെൽപ്പ് ലൈൻ നമ്പർ? ഏതാണ്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ശരി ഉത്തരം കണ്ടെത്താനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കിയേ. ഓക്കെ, ശരി ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരത്തിലേക്ക് കടക്കുകയാണ്. 139 ആണ് കേട്ടോ. 139 ആണ് എന്ത് ചെയ്യുന്നത്? റെയിൽവേയുടെ എല്ലാ സേവനങ്ങളും ലഭ്യമാക്കി നിലവിൽ വന്ന ഏകീകൃത ഹെൽപ്പ് ലൈൻ നമ്പറാണ് എത്ര? 139 എന്ന് അറിഞ്ഞിരിക്കുക. 139 ആണ്. ഓക്കെ അല്ലേ? അടുത്ത നമുക്ക് 10ാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കുകയാണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ നോളജ് ഹബ്ബ് വന്നത് എവിടെയാണ്? നമ്മൾ ഈ ക്വസ്റ്റ്യൻ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ നോളജ് ഹബ്ബ് എവിടെയാണ് നിലവിൽ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. എവിടെയാണ്? നമ്മുടെ ഡൽഹിയിലാണ് കേട്ടോ. അപ്പൊ ഡൽഹിയിലാണ് എന്ത് ചെയ്യുന്നത്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ നോളജ് ഹബ്ബ് വരുന്നത് എവിടെയാണ്? ഡൽഹിയിലാണെന്ന് അറിഞ്ഞിരിക്കുക. വേറെ സംശയമൊന്നുമില്ലല്ലോ, ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത 11ാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കുകയാണ്. 11ാമത്തെ ചോദ്യം എന്താണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് വനഭൂമിക്ക് സർട്ടിഫിക്കറ്റ് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് വനഭൂമിക്ക് സർട്ടിഫിക്കറ്റ് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ 11ാമത്തെ ചോദ്യം. അപ്പൊ ഏതാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വനഭൂമിക്ക് സർട്ടിഫിക്കറ്റ് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ശരി ഉത്തരം കണ്ടെത്താനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കിയേ. ഓക്കെ, ഞാൻ ഉത്തരത്തിലേക്ക് കടക്കുന്നു. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഏതാണ്? ഛത്തീസ്ഗഡ് ആണ്. ഓക്കെ, അപ്പോൾ ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ ആദ്യമായിട്ട് വനഭൂമിക്ക് സർട്ടിഫിക്കറ്റ് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ഛത്തീസ്ഗഡ് ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വനഭൂമിക്ക് സർട്ടിഫിക്കറ്റ് നൽകാനായിട്ട് തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത് 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിന്റെ ചരിത്രവും പൈതൃകവും ആധാരമാക്കി സാംസ്കാരിക സൗധം വരുന്നത് എവിടെയാണ്? എന്താണ് ചോദ്യം? കേരളത്തിന്റെ ചരിത്രവും പൈതൃകവും ആധാരമാക്കിയിട്ട് കേരളത്തിന്റെ സാംസ്കാരിക സൗധം വരുന്നത് എവിടെയെന്നാണ് നമ്മുടെ 12ാമത്തെ ചോദ്യം. എവിടെയാണ് കേരളത്തിന്റെ സാംസ്കാരിക സൗധം വരാനായിട്ട് പോകുന്നത്? ശരി ഉത്തരം കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനന്തവിലാസം കൊട്ടാരത്തിലാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നമ്മുടെ അനന്തവിലാസം കൊട്ടാരത്തിലാണ് എന്ത് ചെയ്യുന്നത്? കേരളത്തിന്റെ ചരിത്രവും പൈതൃകവും ആധാരമാക്കിയിട്ടുള്ള സാംസ്കാരിക സൗധം വരുന്നത് എവിടെയാണ്? അനന്തവിലാസം കൊട്ടാരത്തിലാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമ്മുടെ 13ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രാജ്യാന്തര പുരാരേഖ പഠന കേന്ദ്രം വരുന്നത് എവിടെയെന്നാണ് ചോദ്യം. എന്താണ് രാജ്യാന്തര പുരാരേഖ പഠന കേന്ദ്രം? എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പുരാരേഖ പഠന കേന്ദ്രം, രാജ്യാന്തര പുരാരേഖ പഠന കേന്ദ്രം വരുന്നത് എവിടെയാണ്?
ഓപ്ഷൻ ബി ആണല്ലേ ശരി ഉത്തരം. നമ്മുടെ തിരുവനന്തപുരത്തെ കാര്യവട്ടം ക്യാമ്പസിലാണ് കേട്ടോ. നമ്മുടെ തിരുവനന്തപുരത്തെ കാര്യവട്ടം ക്യാമ്പസിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ രാജ്യാന്തര പുരാരേഖാ പഠന കേന്ദ്രം വരുന്ന എവിടെയാണ്, നമ്മുടെ തിരുവനന്തപുരം കാര്യവട്ടത്താണെന്ന് അറിഞ്ഞിരിക്കുക. തിരുവനന്തപുരത്ത് കാര്യവട്ടത്താണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ രാജ്യാന്തര പുരാരേഖാ പഠന കേന്ദ്രം എവിടെയാണ്, തിരുവനന്തപുരം കാര്യവട്ടത്താണെന്ന് അറിഞ്ഞിരിക്കുക. 14ാമത്തെ ചോദ്യം, നമസ്തേ ഓർച്ച ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാണ്? നമസ്തേ ഓർച്ച ഫെസ്റ്റിവൽ, ശ്രദ്ധിക്കുക, നമസ്തേ ഓർച്ച ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ സംഘടിപ്പിക്കുന്ന രാജ്യം ഏതാണ്, സംസ്ഥാനം ഏതെന്ന് വെച്ചാൽ ഏതാണ്? നമസ്തേ ഓർച്ച ഫെസ്റ്റിവൽ ഏത് സംസ്ഥാനത്തിലാണ്? ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, മധ്യപ്രദേശാണ്. അപ്പൊ മധ്യപ്രദേശിലാണ് എന്ത് ചെയ്യുന്നത്, നമസ്തേ ഓർച്ച ഫെസ്റ്റിവൽ വരുന്ന എവിടെയാണ്, മധ്യപ്രദേശിലാണെന്ന് അറിഞ്ഞിരിക്കുക. നമസ്തേ ഓർച്ച ഫെസ്റ്റിവൽ എവിടെയാണ്, മധ്യപ്രദേശിലാണെന്ന് അറിഞ്ഞിരിക്കുക. 15ാമത്തെ ചോദ്യം, ട്രാക്ക്മാൻ, ലോക്കോ പൈലറ്റ് എന്നീ ജോലിഭാരമുള്ള തസ്തികകളിൽ സ്വയം വിരമിക്കലിന് അവസരമൊരുക്കാൻ ഇന്ത്യൻ റെയിൽവേ ആവിഷ്കരിച്ച പദ്ധതി എന്താണ്? എന്താണ് ചോദ്യം. ട്രാക്ക്മാൻ, നമുക്കറിയാം നമ്മുടെ റെയിൽവേക്കകത്തുള്ള ജോലിയാണ് ട്രാക്ക്മാന്, ലോക്കോ പൈലറ്റ്, ഇതൊക്കെ എന്താണ്, നല്ല ഹെവി ആയിട്ടുള്ള ജോലിയാണ്, അല്ലെങ്കിൽ നല്ല ജോലിഭാരമുള്ള ജോലി തന്നെയാണ്. അപ്പൊ ഇതിലേക്ക് എന്ത് ചെയ്യാണ്, സ്വയം വിരമിക്കലിന് അവസരം ഒരുക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ ഏത് പദ്ധതിയാണ്? ശരി ഉത്തരം കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, സല്യൂട്ട് ആണ്. നിങ്ങൾ അത് ശ്രദ്ധിക്കണം. കാര്യം നമ്മൾ റെയിൽവേ കേൾക്കുമ്പോഴത്തേക്കും ഈ സല്യൂട്ടുമായിട്ട് ഒരു ബന്ധമില്ലാന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷെ റെയിൽവേക്കകത്ത് ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ സ്വയം വിരമിക്കലിന്റെ ഒരു പ്രോഗ്രാം കൊണ്ടുവരുന്ന എന്താണ്, സല്യൂട്ട് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ആണെന്ന് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ട്രാക്ക്മാൻ, ലോക്കോ പൈലറ്റ് എന്നീ ജോലിഭാരമുള്ള തസ്തികകളിൽ സ്വയം വിരമിക്കലിന് അവസരം ഒരുക്കാനായിട്ട് ഇന്ത്യൻ റെയിൽവേ ആവിഷ്കരിച്ച പദ്ധതി എന്താണ്, സല്യൂട്ട് ആണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത 16ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്, തെരുവിൽ അലയുന്നവർക്കും അഗതികൾക്കും ഭക്ഷണം എത്തിക്കുന്ന കേരള പോലീസിന്റെ പദ്ധതി എന്താണ്? എന്താണ് ചോദ്യം. തെരുവിൽ അലയുന്നവർക്കും അഗതികൾക്കും ഭക്ഷണം എത്തിക്കുന്ന കേരള പോലീസിന്റെ പദ്ധതി എന്താണെന്നാണ് നമ്മുടെ 16ാമത്തെ ചോദ്യമാണ്. അപ്പൊ എന്താണ് കേരള പോലീസിന്റെ പദ്ധതിയുടെ പേര് എന്താണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, ഒരു വയറൂട്ടാം ഒരു വിശപ്പകറ്റാം. എന്താണ് ഒരു വയറൂട്ടാം ഒരു വിശപ്പകറ്റാം എന്ന് പറയുന്നതാണ് തെരുവിൽ അലയുന്നവർക്കും അഗതികൾക്കും ഭക്ഷണം എത്തിക്കുന്ന കേരള പോലീസിന്റെ പദ്ധതിയാണ് എന്ത്, ഒരു വയറൂട്ടാം ഒരു വിശപ്പകറ്റാം. ഓക്കെ അല്ലേ? അടുത്ത നമുക്ക് 17ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പ്രമേഹ നിയന്ത്രണത്തിന് അമേരിക്കൻ ഡയബറ്റിസ് അസോസിയേഷൻ അംഗീകാരം നൽകുന്ന ഫലം ഏതാണെന്നാണ് ചോദ്യം. എന്താണ് പ്രമേഹ നിയന്ത്രണത്തിന് അല്ലെങ്കിൽ നമ്മൾ ഷുഗർ കുറയ്ക്കുന്നതിനായിട്ട് അമേരിക്കൻ ഡയബറ്റിസ് അസോസിയേഷൻ അംഗീകാരം നൽകിയ ഫലം ഏതാണെന്നാണ് നമ്മുടെ 17ാമത്തെ ചോദ്യം. ഏതാണ് ആ ഫ്രൂട്ട് ഏതാണ്? ഒന്ന് ശരി ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിച്ചു നോക്കിയേ. കേരളത്തിന്റെ സ്വന്തം ചക്ക തന്നെയാണ് കേട്ടോ. അപ്പൊ പ്രമേഹം നിയന്ത്രിക്കുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഷുഗറിന്റെ അളവ് കുറയ്ക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ അമേരിക്കൻ ഡയബറ്റിസ് അസോസിയേഷൻ വരെ അംഗീകാരം നൽകിയ ഫലം എന്താണ്? നമ്മുടെ ചക്കയാണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പൊ ചക്കയൊക്കെ നല്ലപോലെ കഴിക്കുക, ഷുഗറൊക്കെ നല്ല അടിപൊളിയായിട്ട് കുറയ്ക്കുക. ഓക്കെ, അപ്പൊ 18ാമത്തെ ചോദ്യം എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റിവർ റോപ്പ് വരുന്നത് എവിടെയാണ്? എന്താണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റിവർ റോപ്പ് വേ? നമുക്കറിയാം നദിക്ക് കുറുകെ എന്ത് ചെയ്യുന്നുണ്ട്, റിവർ റോപ്പ് വേ. അപ്പൊ ഇതാണ് നദി എന്ന് വെച്ചാൽ ഈ നദിക്ക് കുറുകെ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് പോസ്റ്റ് പോലെ ഇങ്ങനെ നിർത്തിയിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു, റിവർ റോപ്പ് വേ പോലത്തെ ഒരു പ്രോഗ്രാം വരുന്നതൊക്കെ നമുക്കറിയാലോ. അപ്പൊ ഈ റിവർ റോപ്പ് വേ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റിവർ റോപ്പ് വേ വരുന്ന നദി അല്ലെങ്കിൽ ഏത് നദിക്ക് കുറുകെയാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ റിവർ റോപ്പ് വേ വരുന്നതെന്നാണ് നമ്മുടെ 18ാമത്തെ ചോദ്യം. അപ്പൊ ഏതാണ് നദി എന്ന് കണ്ടെത്താനായിട്ട് ശ്രമിച്ചു നോക്കി. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, ബ്രഹ്മപുത്രൻ കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയാണ് എന്ത് ചെയ്യുന്നത്, ഏറ്റവും നീളം കൂടിയ റിവർ റോപ്പ് വേ വരുന്നത് ഏത് നദിക്ക് കുറുകെയാണ്? ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയാണ് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കടുത്ത് 19ാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കടക്കാം. 2020 ഒക്ടോബറിൽ ആരംഭിച്ച പാകിസ്ഥാനിലെ ആദ്യത്തെ മെട്രോ സർവീസ് ഏതാണ്? അപ്പൊ ഇതിനകത്ത് 4 മെട്രോ സർവീസ് കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പൊ 2020 ഒക്ടോബറിൽ ആരംഭിച്ച പാകിസ്ഥാനിലെ ആദ്യത്തെ മെട്രോ സർവീസ് ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ശരി ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, ഓറഞ്ച് ലൈൻ ആണ് കേട്ടോ. ഓറഞ്ച് ലൈൻ ആണ് എന്ത്, നമ്മുടെ ഇവിടെ സിൽവർ ലൈൻ ആണല്ലേ ഉള്ളത്. അപ്പൊ 2020 ഒക്ടോബറിൽ പാകിസ്ഥാനിലെ ആദ്യത്തെ മെട്രോ സർവീസ് ഏതാണ്? ഓറഞ്ച് ലൈൻ ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓറഞ്ച് ലൈൻ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്കടുത്ത് 20ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കോൾ ട്രേഡിംഗ് എക്സ്ചേഞ്ച് ആരംഭിച്ച ആദ്യ രാജ്യം ഏതാണ്? കോൾ ട്രേഡിംഗ് എക്സ്ചേഞ്ച് ആരംഭിച്ച ആദ്യ രാജ്യം ഏതെന്നാണ് നമ്മുടെ 20ാമത്തെ ചോദ്യം. കോൾ ട്രേഡിംഗ് എക്സ്ചേഞ്ച് ആരംഭിച്ച ആദ്യത്തെ രാജ്യം ഏതാണ്? ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരത്തിലേക്ക് കടക്കുന്നു. ഏതാണ് കോൾ ട്രേഡ് ആരംഭിച്ച ആദ്യത്തെ രാജ്യം ഏതാണ്? ഓപ്ഷൻ എ തന്നെയാണ്, നമ്മുടെ സ്വന്തം ഇന്ത്യ തന്നെയാണ് കേട്ടോ. അപ്പോൾ കോൾ ട്രേഡ് എക്സ്ചേഞ്ച് ആരംഭിച്ച ആദ്യ രാജ്യം ഏത് തന്നെയാണെന്ന് അറിഞ്ഞിരിക്കുക, ഇന്ത്യ തന്നെയാണെന്ന് അറിഞ്ഞിരിക്കുക. 21ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ മോസ് ഗാർഡൻ വന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ മോസ് ഗാർഡൻ എന്താണ്? മോസ് ഗാർഡൻ വന്ന സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ 21ാമത്തെ ചോദ്യം. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ മോസ് ഗാർഡൻ വന്ന സംസ്ഥാനം ഏതാണ്? ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് എഴുതാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരത്തിലേക്ക് കടക്കുന്നു.
ഏതാണ് മോസ് ഗാർഡൻ വന്ന ആദ്യത്തെ സ്റ്റേറ്റ്? നമ്മുടെ ഉത്തരാഖണ്ഡാണ് കേട്ടോ. ഉത്തരാഖണ്ഡിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ മോസ് ഗാർഡൻ വന്ന സ്റ്റേറ്റ് ഉത്തരാഖണ്ഡാണെന്ന് അറിഞ്ഞിരിക്കുക. 22ാമത്തെ ചോദ്യം, കേരളത്തിലെ മൾട്ടി സ്പീഷ്യസ് ഫിഷ് ഹാച്ചറി എന്താണ്? കേരളത്തിലെ മൾട്ടി സ്പീഷ്യസ് ഫിഷ് ഹാച്ചറി വരുന്നത് എവിടെയാണ്? കേരളത്തിലെ മൾട്ടി സ്പീഷ്യസ് ഫിഷ് ഹാച്ചറി വരുന്നത് എവിടെയെന്നാണ് നമ്മുടെ 22ാമത്തെ ചോദ്യം. എവിടെയാണ്? നമ്മുടെ ഓടയം. ഓക്കെ, നിങ്ങൾ ഒരു കാര്യം പഠിച്ചിരുന്നാൽ മതി. ഓടയിലാണ് കേരളത്തിലെ മൾട്ടി സ്പീഷ്യസ് ഫിഷ് ഹാച്ചറി. മീനിനെയൊക്കെ വിരിയിക്കുന്നത് എവിടെയാണ്? ഓടയിലാണെന്ന് പഠിച്ചത്. അപ്പൊ കേരളത്തിലെ മൾട്ടി സ്പീഷ്യസ് ഫിഷ് ഹാച്ചറി വരുന്ന എവിടെയാണ്? ഓടയത്താണെന്ന് അറിഞ്ഞിരിക്കുക. 23ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഗാർഹിക സോളാർ റൂഫ് ടോപ്പുകൾ സ്ഥാപിച്ചിട്ടുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഗാർഹിക സോളാർ റൂഫ് ടോപ്പുകൾ അന്ന് ശ്രദ്ധിക്കുക. ഗാർഹിക സോളാർ റൂഫ് ടോപ്പുകൾ സ്ഥാപിച്ചിട്ടുള്ള സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ 23ാമത്തെ ചോദ്യം. എവിടെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗാർഹികമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഹൗസ് ഹോൾഡ് ആവശ്യങ്ങൾക്കായിട്ടുള്ള ഏറ്റവും കൂടുതൽ സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുള്ള സംസ്ഥാനം ഏതെന്ന് വെച്ചാൽ അത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നമ്മുടെ ഗുജറാത്ത് ആണ് കേട്ടോ. അപ്പോൾ ഗുജറാത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഗാർഹിക സോളാർ റൂഫ് ടോപ്പുകൾ സ്ഥാപിച്ചിട്ടുള്ള സംസ്ഥാനം ഗുജറാത്ത് ആണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത നമ്മുടെ 24ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ലോകത്തിലെ ആദ്യത്തെ 6G വാർത്താവിനിമയ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ലോകത്തിലെ ആദ്യത്തെ 6G വാർത്താവിനിമയ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? നമ്മുടെ 24ാമത്തെ ചോദ്യം. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പൊ മര്യാദയ്ക്ക് 5G പോലും കിട്ടുന്നില്ല. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? 6G വാർത്താവിനിമയ ഉപഗ്രഹം എന്ത് ചെയ്തത്? വിക്ഷേപിച്ചത് അല്ലേ. അപ്പൊ ഏതാണ് ആ രാജ്യം? ഏതാണ്? സിമ്പിൾ ആയിട്ട് നമ്മളെ കൊണ്ട് കണ്ടെത്താനായിട്ട് കഴിയുന്നത് തന്നെയാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നമ്മുടെ ചൈന തന്നെയാണ്. അപ്പോൾ ചൈനയാണ് എന്ത് ചെയ്യുന്നത്? ലോകത്തിലെ ആദ്യത്തെ 6G വാർത്താവിനിമയ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ചൈനയാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത 25ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം രൂപീകരിച്ച സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ 25ാമത്തെ ചോദ്യം. ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം രൂപീകരിച്ച സ്റ്റേറ്റ് ഏതാണ്? ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരത്തിലേക്ക് കിടക്കുന്നു. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. മണിപ്പൂരാണ്. അപ്പം ഇന്ത്യയിലെ മണിപ്പൂരാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം രൂപീകരിച്ച സ്റ്റേറ്റ് ഏതാണ്? മണിപ്പൂരാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യത്തിൽ വേറെ സംശയമൊന്നുമില്ല, ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് 25 പ്രധാനപ്പെട്ട കറണ്ട് അഫെയറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിവിൽ പോലീസ് ഓഫീസറിന്റെ വരാൻ പോവുകയാണ്. അപ്പോൾ അതിന്റെ ക്ലാസ്സുകളെല്ലാം ഏകദേശം എല്ലാം കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സുകൾ, CPOയുടെ റിവിഷൻ ക്ലാസ്സുകൾ വേണമെന്നുള്ളവർ തീർച്ചയായിട്ടും കമന്റായിട്ട് രേഖപ്പെടുത്തുക. റിവിഷൻ ക്ലാസ്സുകൾ ഞാൻ മാക്സിമം നേരത്തെ തന്നെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചേക്കാം. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.